കൂട്ടുകാരെ കണ്ടില്ലേ, നമ്മൾ ഒത്തുചേർന്നപ്പോ കുഴി പെട്ടെന്ന് മൂടി. അല്ല, കേട്ടിട്ടില്ലേ? ഒത്തുപിടിച്ചാൽ ഇലയും പോരും. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണ് ആ പഴഞ്ചൊല്ല് മത്തങ്ങ ചേട്ടാ. അതെയോ? സോറി. ഓ, ജോലി തീർന്നപ്പോ നല്ല ക്ഷീണം. അല്പം റെസ്റ്റ് എടുക്കാം. ഇനിയിപ്പോ ഒന്നും എടുക്കാനൊന്നും എനിക്ക് വയ്യ. നമുക്കല്പം വിശ്രമിക്കാം. ഓ എടാ മണ്ടച്ചാരെ, അത് തന്നെയാ പറഞ്ഞത്. അല്ലാതെ ഒന്നും പൊക്കിയെടുക്കുന്ന കാര്യമല്ല. അതെയോ? എന്നാ വാ, നമുക്ക് ആ മരച്ചോട്ടിലിരിക്കാം. ഏയ്, എല്ലാവരും കൂർക്കം വലിച്ച് ഉറക്കായോ? പകലുറക്കം നല്ലതല്ല. ഞാനൊരു കഥയങ്ങ് പറയാം. എന്താ? കഥയോ? അതെ, എല്ലാവരും കേട്ടോളൂ. ഈ കഥ ശരിക്കൊരു സ്റ്റോറിയാ. പണ്ട് മത്തങ്ങാപുരം എന്ന രാജ്യത്ത് മഹാബുദ്ധിമാനായ ഒരു രാജാവുണ്ടായിരുന്നു. പേര് മത്തങ്ങാവർമ്മൻ. എന്തായിരുന്നു രാജാവിന്റെ പേര്? മത്തങ്ങാവർമ്മൻ. മിടുക്കന്മാർ. അതെ, മത്തങ്ങാവർമ്മന് ഒരു വഴുതനങ്ങ മന്ത്രി ഉണ്ടായിരുന്നു. മഹാമന്ദബുദ്ധിയായിരുന്നു ഈ വഴുതനങ്ങ മന്ത്രി. അയൽ നാട്ടിൽ ഒരു പെരുങ്കള്ളനുണ്ടായിരുന്നു, പടവലങ്ങ പാച്ചൻ. രാജകൊട്ടാരത്തിൽ മാത്രം കയറി കക്കുന്ന ഒരു രാജകീയ കള്ളനായിരുന്നു പടവലങ്ങ പാച്ചൻ. അന്ന് രാത്രിയാണ് അത് സംഭവിച്ചത്. ഏത് ആ ഇരുണ്ട രാത്രിയിൽ ചങ്കച്ചക. എന്തു പറ്റി? എന്താ? അത് തന്നെ, ചങ്കച്ചകം എന്ന് വെച്ചാൽ ആ രാത്രിയിൽ പടവലങ്ങ പാച്ചൻ മത്തങ്ങാവർമ്മന്റെ കൊട്ടാരത്തിൽ കയറി മോഷ്ടിക്കാനായി പുറപ്പെട്ടു. അത്രയുള്ളോ? അല്ല, കുറച്ചുകൂടി ഉണ്ട്. പടവലങ്ങ പാച്ചൻ അങ്ങനെ പതുങ്ങി നടക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഏത് കാഴ്ച? തൊട്ടു മുന്നിൽ അതാ പതുങ്ങി നടക്കുന്നു സാക്ഷാൽ മത്തങ്ങാവർമ്മൻ. രാജാവ്. അമ്മച്ചിയെ ആരാണ്ടോ? രാജാവെന്തിനാ പേടിച്ചത്? ഞാനും പിടിച്ചേ. സത്യം പറ. സോറി, ഞാൻ മത്തങ്ങാവർമ്മൻ രാജാവിന്റെ വിഷത്തിൽ കക്കാൻ വന്ന ഒരു കള്ളൻ, മാത്തൻ. പ്ലിങ്ങിപ്പോയി. ഞാനും കക്കാൻ വന്നതാ. ഞാനും പ്ലിങ്ങി. മക്കളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നമ്മെ കാക്കുന്ന മഹാരാജാവിനെ ദ്രോഹിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് നേടുന്ന സമ്പത്തൊന്നും നിലനിൽക്കില്ല മക്കളെ. ഞങ്ങൾ ഇനി മോഷ്ടിക്കില്ല. ഞങ്ങളെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു. സാരമില്ല, നന്നാകാൻ ഇനിയും സമയമുണ്ട്. ചെയ്തു പോയ പാപത്തിന് പരിഹാരമായി ഞങ്ങൾ സന്യാസിമാരാകാൻ ആഗ്രഹിക്കുന്നു. മോഷണം നല്ലതല്ലെന്ന് മനസ്സിലായതോടെ മത്തങ്ങ മാത്തനും പടവലങ്ങ പാച്ചനും ആ പണി നിർത്തി. അവർ പിന്നെ സന്യാസിമാരായി. മത്തങ്ങ സന്യാസിയും പടവലങ്ങ സന്യാസിയും. നല്ല സൂപ്പർ കഥ. ഉറക്കമൊക്കെ പമ്പ കടന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കഥ ഞങ്ങളും കേട്ടു. മത്തങ്ങ ചേട്ടന്റെ കഥ ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടായി. താങ്ക് യു. പൂക്കളെ, നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ നിന്നിട്ട് ബോറടിച്ചോ? ഇല്ലില്ല, ഞങ്ങൾ ശലഭക്കുട്ടന്മാരെ കാത്തു നിൽക്കുകയാ തേൻ കൊടുക്കാൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന തേൻ നിങ്ങൾ വെറുതെ കൊടുക്കുന്നു. പക്ഷേ മനുഷ്യർ ഒന്നും വെറുതെ കൊടുക്കില്ല. ലാഭക്കുതിയന്മാരാ. ചില നല്ല മനുഷ്യർ വിശക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും ദാനം കൊടുക്കാറുണ്ട്. ശരിയാ, അവരെയാ ദൈവത്തിനും ഇഷ്ടം. പച്ചക്കറിക്കുട്ടന്മാർ ഇനി എങ്ങോട്ടാ? ഞങ്ങള് ദിങ്ങനെ മുന്നോട്ട്. പൂക്കളെ, പിന്നെ കാണാം കേട്ടോ. ടാറ്റാ. ലെഫ്റ്റ് റൈറ്റ് ബൂഹോ, ലെഫ്റ്റ് റൈറ്റ് ബൂഹോ, ലെഫ്റ്റ് റൈറ്റ് ബൂഹോ. അതെന്താ? ലെഫ്റ്റ് റൈറ്റ് ബൂഹോ, ലെഫ്റ്റ് റൈറ്റ് ബൂഹോ, ലെഫ്റ്റ് റൈറ്റ് ബൂഹോ. നിങ്ങൾ എങ്ങോട്ടാ കൂട്ടുകാരെ? ഇത് അക്രമത്തിനെതിരെയുള്ള മാർച്ചാ. നീർക്കോലിയുടെ മുന്നിൽ ഞങ്ങൾ ഇനി പതറില്ല. അതെ, നീർക്കോലിയെ ഞങ്ങൾക്ക് പേടിയില്ലെന്ന് അറിയിക്കാനാ ഈ മാർച്ച്.
ലെഫ്റ്റ് റൈറ്റ് ബൂഹോ ലെഫ്റ്റ് റൈറ്റ് ബൂഹോ. അയ്യോ ഓടിക്കോ ഓടിക്കോ. എന്ത് പറ്റി പുറകെ നീർക്കോലി വരുന്നുണ്ടേ. അയ്യോ, ഇതാണോ പതറാത്ത ധീരന്മാർ? നമുക്ക് ഈ പാവങ്ങളെ രക്ഷിക്കണം. ശരിയാ, വേണം. പാവം തവളകളെ ഉപദ്രവിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല. ധിക്കാരി, നിന്നെ ഞാൻ. നീർക്കോലിച്ചാരെ, നീ പോയി പണി നോക്ക്. ഇല്ലെങ്കിലോ? പാവങ്ങളെ എങ്ങനെ പിടിച്ച് തിന്നണ്ട. നിനക്ക് പോവാൻ പാവമില്ലേ? എങ്കിലിന്നാ പിടിച്ചോ. ഓടി. എന്റെ അമ്മയ്ക്ക് ചങ്ങാതിമാരെ, നിങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. വാ, ഇതൊക്കെ എന്ത് ചീള് കേസ്?